ഈ റിപ്പോർട്ടിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ മുഖ്യപ്രതിയായ, അതായത് ഉമർ നബി, ആ കാറിലുണ്ടായിരുന്ന ഉമർ നബിയുടെ വീട് തകർത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. സുരക്ഷാ സേനയാണ് വീട് തകർത്തത്. സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കമെന്ന് പറയുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് കശ്മീരിലെ പുൽവാമയിലെ ഉമർ നബിയുടെ വീട് തകർത്തത് എന്നുള്ളതും കൂടി ആണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോടെ നടന്ന ഒരു സംഭവമാണ്. അത് ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ, അതായത് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് IED ഉപയോഗിച്ചാണ് ഈ പൊളിച്ചു മാറ്റിയതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, ഈ വീട് പൊളിച്ച് മാറ്റാൻ മാത്രം എന്താണപ്പോൾ ആ ഒരു വീടിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ആ വീടിനെ സംബന്ധിച്ച് ഈ ഒരു അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമെന്ന് പറയുന്നത്? കാളിദാസ്, നിലവിൽ NIA പ്രത്യേക അന്വേഷണ സംഘം ജമ്മു കശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇവരുടെ ജന്മനാടുകളിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായിട്ടുള്ള ഉമർ നബിയുടെ വീട് തകർത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി, അതായത് രാത്രിയല്ല, പുലർച്ചയോടുകൂടി രാത്രി 1 മണിക്കും 2:30ക്കും ഇടയിലുള്ള സമയത്താണ് ഈ സ്ഫോടനം നടത്തിക്കൊണ്ട് ഈ വീട് പൊളിച്ചിരിക്കുന്നത്. പുൽവാമയിലുള്ള, ജമ്മു കശ്മീരിലെ പുൽവാമ ജില്ലയിലുള്ള കോയിൽ ഗ്രാമത്തിലുള്ള വീടാണ് ഇന്നലെ രാത്രി 2:30യോടുകൂടി സുരക്ഷാ സേന സ്ഫോടനത്തിലൂടെ തകർത്തത്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ IED ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്നറിയപ്പെടുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് പൂർണ്ണമായും തകർത്തിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് മറ്റ് സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള ഒന്നും തന്നെ കണ്ടെടുത്തിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളുടെ ശേഖരമോ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയുധങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും തന്നെ കണ്ടെടുത്തതായി സുരക്ഷാ സേന പറയുന്നില്ല. പക്ഷേ ഒരു നടപടി, എന്ന ശക്തമായ ഒരു നടപടി, ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ എന്നുള്ളതാണ്. ഈ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തിയാണ് ഉമർ നബി. നേരത്തെ തന്നെ ഇയാളുടെ കൂട്ടാളികൾ പിടിയിലായിരുന്നു. അതിൽ ഈ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 എന്ന് പറയുന്ന കാർ ഓടിച്ചിരുന്ന ആളാണ് ഉമർ നബി. ഉമർ നബി ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇയാളാണ് ഈ ഒരു സംഘത്തിൻ്റെ തലവൻ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പിടിയിലായ ഡോക്ടർമാരടക്കമുള്ള വൈറ്റ് കോളർ ഭീകര സംഘത്തിൻ്റെ തലവനാണ് ഈ ഉമർ നബി. ഈ ഉമർ നബിയുടെ വീടാണ് ഇപ്പോൾ സുരക്ഷാ സേന സ്ഫോടനത്തിലൂടെ തകർത്തിരിക്കുന്നത്. തെക്കൻ കശ്മീരിലെ പുൽവാമ ജില്ലയിൽ കോയിൽ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലുള്ള വീടാണ് ഇപ്പോൾ സുരക്ഷാ സേന തകർത്തിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന മറ്റ് ചില കെട്ടിടങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നിലവിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഇത്ര വലിയ ഒരു തുരങ്കം വെച്ച ഒരാളെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിന് സുരക്ഷാ സേന നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട അതിൽ ആദ്യ പടി എന്ന നിലയിൽ സ്വീകരിക്കുന്ന ശക്തമായ നടപടി, ഇതിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ വീട് പൊളിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതാണ് ഈ സുരക്ഷാ സേന നൽകുന്ന വിശദീകരണം. NIA അന്വേഷണത്തിന് ഒപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അടക്കമുള്ള, അതായത് ദേശീയ സുരക്ഷാ സേനയടക്കം, അതുപോലെ തന്നെ കരസേനയടക്കമുള്ളവരുടെ ഉദ്യോഗസ്ഥർ ഈ കശ്മീരിലെ പുൽവാമയിലും അതുപോലെ തന്നെ അനന്തനാഗിലും ദൗജിലും പലയിടങ്ങളിലും പരിശോധനകൾ നടത്തുന്നുണ്ട്. അത്തരം പരിശോധനയിലാണ് ഉമർ നബിയുടെ വീട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വീട്ടിൽ പരിശോധനയൊക്കെ നടന്നിട്ടുണ്ട്. വീട്ടിൽ കൃത്യമായ റെയ്ഡുകളും മറ്റും നടന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം തന്നെ, അത്തരത്തിൽ ആരും തന്നെ ഇപ്പോൾ ഈ നശിപ്പിച്ച വീട്ടിൽ ആരും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു സ്ഫോടനം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെയോടുകൂടിയാണ് ഈ ഒരു വിവരം പുറത്തു വരുന്നത്. ആദ്യമായി ഗുഡ് മോർണിംഗ് കശ്മീർ എന്ന, അതായത് കശ്മീരിലെ തന്നെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ, ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൻ്റെ സൂത്രധാരൻ, അല്ലെങ്കിൽ ആ ഒരു ഭീകര സംഘത്തിൻ്റെ തലവൻ എന്നെല്ലാം അറിയപ്പെടുന്ന ഈ സ്ഫോടനം നടത്തിയ ഉമർ നബി ഭട്ടിൻ്റെ വീട് ഇപ്പോൾ സുരക്ഷാ സേന തകർത്തിരിക്കുകയാണ്. കാളിദാസ്. ശരി, അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.